കഴിഞ്ഞ 18 വർഷത്തിലധികമായി എന്നോടൊപ്പം ജീവിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ ഒരുപാട് ആളുകളോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ആർക്കും ഒരു ഉത്തരവും എനിക്ക് പറഞ്ഞു തരാൻ കഴിഞ്ഞിട്ടില്ല. സഹോദരങ്ങളെ, തുടക്കത്തിൽ നിങ്ങൾ കണ്ട വീഡിയോ, അതിൽ സംസാരിക്കുന്ന ആ വ്യക്തി ഒരു ശാസ്ത്ര അധ്യാപകനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും അദ്ദേഹം വീഡിയോകൾ ചെയ്യാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വീഡിയോകളിൽ ചിലതൊക്കെ ഞാനും കേൾക്കാറുണ്ട്. ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പലതും അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ വളരെ ഇൻഫോർമേറ്റീവാണ്, വൈജ്ഞാനികമാണ്, ഉപകാരപ്രദമാണ്, ഒരു സംശയവുമില്ല. എന്നാൽ ഞാൻ തുടക്കത്തിൽ നിങ്ങളെ കേൾപ്പിച്ച വീഡിയോ, അതിൽ അദ്ദേഹം ശാസ്ത്രീയ വിഷയമല്ല പറയുന്നത്, മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അദ്ദേഹം പരാമർശിക്കുന്നത്. ആ പരാമർശത്തിൽ, ആ സംസാരത്തിൽ അദ്ദേഹത്തിന് അബദ്ധം പിണഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ പ്രതികരണവുമായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരാനുണ്ടായ കാരണം. എന്താണ് അതിൽ അദ്ദേഹം പറയുന്നത്? 18 വർഷത്തിലധികമായി അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്നാണ്. അതായത് 18 വർഷത്തിലധികമായി അദ്ദേഹം കൊണ്ടു നടക്കുന്ന കൃത്യമായ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം അദ്ദേഹം പലരോടും ചോദിച്ചു, പക്ഷേ അവർക്കൊന്നും കൃത്യമായ നിലക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ആ ചോദ്യം ചോദിക്കപ്പെട്ടവരിൽ പലരും, അദ്ദേഹത്തിൻ്റെ ഭാര്യയടക്കം പലരും അവിശ്വാസികളായി മാറി എന്നാണ് ആ ചോദ്യം കേട്ടപ്പോൾ. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത്, വർഷങ്ങളായി ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരമാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം. അത് നിങ്ങൾക്കാർക്കെങ്കിലും കഴിയുമെങ്കിൽ പറഞ്ഞു തരണം, എന്നിട്ട് എന്നെ ഒരു വിശ്വാസിയാക്കണം എന്നൊക്കെയാണ് അദ്ദേഹം വീഡിയോയിൽ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ചോദ്യം ഉന്നയിക്കുന്നുമുണ്ട്. ഈ ചോദ്യം എനിക്ക് ചോദിക്കണം, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്ക് അറിയണം. അത് ഞാൻ വർഷങ്ങളായിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരമാണ്. എങ്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ചോദ്യം എന്താണ് എന്ന് ആദ്യം കേൾക്കാം. എന്നിട്ട് അതിനുള്ള ഉത്തരം എന്താണ് എന്നും നമുക്ക് അന്വേഷിക്കാം. അന്നും ഇന്നും ഞാൻ കരുതുന്നത്, ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും മോശമായിട്ടുള്ള, ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തി കുട്ടികളെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുന്നതാണ്. ഒരു വിശ്വാസിയായ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ടാണ് ദൈവം ഈ കാര്യങ്ങളൊന്നും തടയാത്തതെന്നായിരുന്നു. എൻ്റെ പ്രിൻസിപ്പിൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഡെഫിനിഷൻ, ദൈവത്തിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ദൈവം സകലതും കാണുന്നുണ്ട്, എല്ലായിടത്തുമുണ്ട്, സർവശക്തനാണ്. അതായത് എവിടെ വേണമെങ്കിലും ഇടപെടാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവമാണ് തീരുമാനിക്കുന്നത് ഇവിടെ എന്തൊക്കെ നടക്കണമെന്ന്. ആ ദൈവം ഈ പീഡനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ബാലപീഡനങ്ങളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യരുണ്ടായ കാലഘട്ടം മുതൽ തന്നെ നടക്കുന്നത്. ദൈവം എന്തുകൊണ്ടാണ് അവിടെ ഇടപെടാത്തത്? എന്തുകൊണ്ടാണ് അത് തടയാത്തത്? എന്തുകൊണ്ട്, എങ്ങനെ ദൈവത്തിനത് പൂർണ്ണമായിട്ടും കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കും? ചോദ്യം നിങ്ങൾ കേട്ടല്ലോ. ചോദ്യം ഒന്നുകൂടെ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ്: ദൈവം എല്ലാം കേൾക്കുന്നു, എല്ലാം കാണുന്നു, എല്ലാറ്റിനും കഴിവുള്ളവനാണ് ദൈവം. എന്നിട്ടും ഈ ലോകത്ത് നടക്കുന്ന ലക്ഷക്കണക്കിന് ബാലപീഡനങ്ങൾ അത് ദൈവം കാണുന്നില്ലേ? എന്നിട്ട് എന്തുകൊണ്ട് എല്ലാറ്റിനും കഴിവുള്ള, എല്ലാം കാണുന്ന, അറിയുന്ന ദൈവം അത് തടുക്കുന്നില്ല എന്നതാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ചോദ്യം. ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തുമ്പോൾ വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം പറയാൻ ഞാൻ ശ്രമിക്കുകയാണ്. അതായത്, ഒരു പരീക്ഷാ ഹാൾ, അതിൽ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു, വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു. ആ പരീക്ഷ നിയന്ത്രിക്കുവാനും ആ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ വീക്ഷിക്കുവാനും നിരീക്ഷിക്കുവാനുമൊക്കെ ഒരു ഇൻവിജിലേറ്ററും ആ പരീക്ഷാ ഹാളിലുണ്ട്, ഒരു അധ്യാപകനും ആ പരീക്ഷാ ഹാളിലുണ്ട്. അദ്ദേഹം പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ ചുറ്റി നടന്ന് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴതാ ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു പരീക്ഷയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഉത്തരക്കടലാസിൽ അബദ്ധങ്ങളിങ്ങനെ എഴുതി പിടിപ്പിക്കുന്നതാണ് ആ അധ്യാപകൻ കാണുന്നത്. അദ്ദേഹം കുറച്ചു നേരം അതിലേക്കിങ്ങനെ നോക്കി നിന്ന് തൊട്ടപ്പുറത്തേക്ക് ഒന്നും മിണ്ടാതെ, ഒന്നും പ്രതികരിക്കാതെ നടന്നുപോയി. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരെങ്കിലും പറയുമോ ജീവിതത്തിൽ വളരെ നിർണായകമായ, ആ വിദ്യാർത്ഥിയുടെ ഭാവി തന്നെ നിർണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ, ആ പരീക്ഷയിൽ ആ വിദ്യാർത്ഥി തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ വിദ്യാർത്ഥിയെ തിരുത്താത്ത ആ അധ്യാപകൻ എന്ത് അധ്യാപകനാണ് എന്ന് നമ്മൾ ആരെങ്കിലും പറയുമോ? ആ അധ്യാപകൻ എത്രമാത്രം ക്രൂരനാണ്! അയാൾ ആ വിദ്യാർത്ഥിയുടെ കൈക്ക് പിടിച്ച് ആ വിദ്യാർത്ഥിയെ തിരുത്തേണ്ടതല്ലേ? പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ ഭാവി നഷ്ടമായില്ലേ?
ആ അധ്യാപകൻ എന്തൊരധ്യാപകൻ എന്ന് നമ്മളാരെങ്കിലും പറയുകയോ ആ നിലക്ക് പ്രതികരിക്കുകയോ ചെയ്യുമോ? ചെയ്യില്ല. എന്ത് അതൊരു പരീക്ഷാ ഹാളാണ്. അവിടെ തിരുത്തേണ്ട സന്ദർഭമല്ല, അവിടെ തിരുത്താനുള്ള വേദിയല്ല, മറിച്ച് അതിൻ്റെ റിസൾട്ട് പിന്നെയാണ് വരുന്നത്. ഇതുപോലെയാണ് ഈ ഭൗതിക ജീവിതം. സാറ് മനസ്സിലാക്കേണ്ടത് ഇതൊരു പരീക്ഷണത്തിൻ്റെ ലോകമാണ്. അന്തിമ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ഈ ഭൗതിക ജീവിതത്തെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ഭൗതിക ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ എല്ലാ നിലക്കുള്ള സുഖങ്ങളും മനുഷ്യന് കിട്ടുമോ? ഇവിടെ എല്ലാ നിലക്കുള്ള നീതിയും നടപ്പാകുമോ? ഒരിക്കലുമില്ല. ഖുർആൻ എത്ര കൃത്യമായിട്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ 67-ാമത്തെ അധ്യായമായ സൂറത്തുൽ മുൽക്ക്, ആ സൂറത്തുൽ മുൽക്കിലെ 2-ാമത്തെ വചനം വളരെ ശ്രദ്ധേയമാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അതെ, സ്രഷ്ടാവ്, ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സ്രഷ്ടാവായ ദൈവം, അവൻ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, ജീവിതത്തെയും മരണത്തെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നത്, സംവിധാനിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ലിയബ്ലുവക്കും. ആ പദം വളരെ ശ്രദ്ധേയമാണ്. ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. എന്താണ് പരീക്ഷിക്കുന്നത്? അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവൃത്തികൾ ചെയ്യുന്നത്, ഏറ്റവും നല്ല നന്മ നിങ്ങളിൽ ആര് ചെയ്യുന്നുവെന്ന് ദൈവം നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഭൗതിക ജീവിതത്തിലേക്ക് നിങ്ങളെ അയച്ചിരിക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു പരീക്ഷാ ഹാളിലാണ്. ഇവിടെ ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും കഴിവും ദൈവം എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഏതൊക്കെ വിശ്വസിക്കണം, ഏതൊക്കെ വിശ്വസിക്കാൻ പാടില്ല, എന്തൊക്കെയാണ് നന്മ, ഏതൊക്കെയാണ് തിന്മ, കൃത്യമായ നിലയ്ക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. മാർഗദർശനം നൽകിയിട്ടുണ്ട്, മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ നിന്ന് ചെയ്യാൻ കൃത്യമായ നിലക്ക് മാർഗനിർദ്ദേശം നൽകി. അതാണ് കാലാകാലങ്ങളിലായി ഈ ലോകത്തേക്ക് പ്രവാചകന്മാർ വന്നു. ആ പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചു. ആ വേദഗ്രന്ഥത്തിൽ അന്തിമ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. എല്ലാം കൃത്യമായി ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. ഇനിയോ അതിൻ്റെ റിസൾട്ട് നമുക്ക് ലഭിക്കുന്നത് എവിടെയാണ്? ഒരിക്കലും ഇവിടെയല്ല. റിസൾട്ട് ലഭിക്കുന്നത് മറ്റൊരു ലോകത്താണ്. ആ ലോകത്തേക്ക് ഓരോ ദിവസവും നമ്മൾ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആയുസ്സിൽ നിന്ന് ഓരോ ദിനങ്ങളും കഴിയുമ്പോൾ, ഓരോ നിമിഷങ്ങളും കഴിയുമ്പോൾ നമ്മൾ അവിടേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതെ, മരണാനന്തര ലോകത്ത് വെച്ചിട്ടാണ് നമുക്ക് പ്രതിഫലം നൽകുന്നത്, നമ്മുടെ റിസൾട്ട് ലഭിക്കുന്നത്. അപ്പോൾ അതും കൂടി കൂട്ടി വായിച്ചാൽ മാത്രമേ ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളുടെ യാഥാർത്ഥ്യവും അർത്ഥവുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. സാറെന്താണ് ചെയ്തത്? ഒരു നാണയത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നിങ്ങൾ കണ്ടത്, മറുഭാഗം കണ്ടില്ല. അപ്പോൾ നിങ്ങൾ കണ്ടത് വെച്ച് ഒരിക്കലും തന്നെ ദൈവത്തെയോ മതവിശ്വാസങ്ങളെയോ വിലയിരുത്താൻ ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കുകയില്ല. മറിച്ച് കൃത്യമായ നിലക്കുള്ള പഠനങ്ങൾ ഉണ്ടാകണം. യഥാർത്ഥത്തിൽ മരണാനന്തര ലോകത്താണ് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം നമ്മുടെ കർമ്മങ്ങൾക്കുള്ള യഥാർത്ഥ പ്രതിഫലം അവിടെ ഒരുമിച്ച് കൂട്ടി വിചാരണ ചെയ്ത് കൃത്യമായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി അവിടെയാണ് പ്രതിഫലം നൽകുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അവിടെയാണ് രക്ഷയും ശിക്ഷയുമൊക്കെ കൃത്യമായി ലഭിക്കുന്നത്. റിസൾട്ട് അവിടെയാണ് കിട്ടുന്നത്. പരീക്ഷാ ഹാളിൽ ഒരിക്കലും റിസൾട്ട് കിട്ടൂലല്ലോ. പരീക്ഷാ ഹാളിന് പുറത്തിറങ്ങുമ്പോഴാണ് റിസൾട്ട് ലഭിക്കുക. ഇതേപോലെ നമ്മളൊക്കെ പരീക്ഷണത്തിൻ്റെ ലോകത്താണ്. ഇനി മാത്രമല്ല, സാറൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈ ഭൗതിക ജീവിതത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് തന്നെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരാൾ കട്ടെടുത്ത് ഭക്ഷിച്ചാലും അയാളുടെ വിശപ്പ് മാറും. മറ്റൊരാൾ വളരെ മാന്യമായ നിലക്ക് അധ്വാനിച്ച് ഭക്ഷിച്ചാലും അയാളുടെ വിശപ്പ് മാറും, ഇല്ലേ? അപ്പോൾ വിശപ്പ് മാറുക എന്നതല്ലല്ലോ ഇവിടെ ശരിയും തെറ്റും, അതല്ലല്ലോ അതിൻ്റെ മാനദണ്ഡം. വിശപ്പ് മാറലല്ല, മറിച്ച് അതിലപ്പുറം അതിനൊരു മാനദണ്ഡമുണ്ട്. അപ്പോൾ മറ്റൊരുത്തൻ്റെ ധനം അന്യായമായി കട്ടെടുത്ത അപഹരിച്ചെടുത്തവന് അർഹമായ ശിക്ഷ കിട്ടണം. അത് മനുഷ്യൻ്റെ ബുദ്ധിയുടെ തേട്ടമല്ലേ? പക്ഷേ പലപ്പോഴും ഇവിടെ പല കുറ്റകൃത്യങ്ങളും പിടിക്കപ്പെടുന്നില്ല. ഇനി പിടിക്കപ്പെട്ടാൽ തന്നെ ഭൗതിക കോടതിയിൽ നിന്ന് ലഭിക്കുന്ന ശിക്ഷ ഒരിക്കലും അതിന് പര്യാപ്തമായ യഥാർത്ഥ ശിക്ഷയല്ല, മറിച്ച് ഈ ഭൗതിക ലോകം അതല്ലെങ്കിൽ രാജ്യങ്ങളൊക്കെ നിലനിൽക്കാൻ ആവശ്യമായൊരു ശിക്ഷ മാത്രമാണ് ലഭിക്കുന്നത്. അതും പലതും നീതിപൂർവമായ ശിക്ഷയല്ല എന്ന് നമുക്ക് തന്നെ അറിയാം, നമുക്ക് തന്നെ ബോധ്യമുണ്ട് എന്ന് മാത്രമല്ല,
ഈ ലോകത്ത് ചെയ്യുന്ന ഒരുപാട് കുറ്റകൃത്യങ്ങൾ, ഒരുപാട് കളവുകൾ, ഒരുപാട് അതിക്രമങ്ങൾ, സാറ് സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും പലതും പിടിക്കപ്പെടുന്നില്ല. പിടിക്കപ്പെട്ടാൽ തന്നെ അർഹമായ ശിക്ഷ കിട്ടുന്നില്ല. പലതും പിടിക്കപ്പെടാതെ പോകുകയാണ്. അപ്പം അതിന് നീതി വേണ്ടേ? മനുഷ്യൻ്റെ മനസ്സ് തേടുന്ന തേട്ടമാണത്, നീതി വേണം എന്നത്. അപ്പം അങ്ങനെയുള്ള നീതിയുടെ ഒരു ലോകം വരാനുണ്ട്. അവിടെയാണ് ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നവർക്കും ഇവിടെ അടിച്ചമർത്തപ്പെടുന്നവർക്കും ഇവിടെ ലക്ഷങ്ങളെയും കോടാനുകോടി മനുഷ്യരെയും കൊന്നൊടുക്കിയ അങ്ങേയറ്റത്തെ ക്രൂരന്മാർക്കുമൊക്കെ കൃത്യമായ ശിക്ഷ ലഭിക്കപ്പെടുന്ന ലോകം അതാണ്. ഇവിടെ പരീക്ഷണം മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ അത് ഈ ലോക ജീവിതത്തിൻ്റെ അർത്ഥം കൃത്യമായ നിലക്ക് സാറ് മനസ്സിലാക്കാതെ പോയി, അല്ലെങ്കിൽ ആരെങ്കിലും അതിനെക്കുറിച്ച് കൃത്യമായി അതിൻ്റെ അർത്ഥം അറിയാതെ പോയി എന്നതുകൊണ്ട് ദൈവത്തെ നിഷേധിക്കുന്നതും മതവിശ്വാസങ്ങളെ തള്ളിപ്പറയുന്നതും എത്രമാത്രം യുക്തിഭദ്രമാണ്? ഒരിക്കലും യുക്തിഭദ്രമല്ല. നമ്മൾ അറിഞ്ഞിട്ടില്ല, നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നേ അതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം കൂടെ പറയുകയാണെങ്കിൽ, ഗർഭാശയത്തിലുള്ളൊരു കുട്ടി, ആ കുട്ടിക്ക് കൈയുണ്ട്, കാലുണ്ട്, കാതുണ്ട്, കണ്ണുണ്ട് എന്ന് സങ്കല്പിക്കുക. അങ്ങനെ ഗർഭാശയത്തിൻ്റെ ആ ഇരുട്ടറകളിൽ വെച്ച് ആ കുഞ്ഞിങ്ങനെ വിലപിക്കുകയാണ്. അതല്ലെങ്കിൽ ആ കുഞ്ഞ് പറയാണ്, ഈ ഇരുട്ടറയിൽ ഒന്നും കാണാത്ത ഇരുട്ട് മാത്രമുള്ള ഈ ഇരുട്ടറയിൽ എന്തിനാണ് കണ്ണു തന്നത്? അതെന്തൊരു ബുദ്ധിശൂന്യതയാണ്! ഇവിടെ ഒന്നും പിടിക്കാനോ നടക്കാനോ കേൾക്കാനോ പറ്റാത്ത ഈ ഒരു ലോകത്ത് എന്തിനാണ് കയ്യും കാലും കാതുമൊക്കെ ഇതൊക്കെ സംവിധാനിച്ചത്? എത്രമാത്രം ബുദ്ധിശൂന്യമാണ് എന്നാ കുട്ടി പറഞ്ഞു എന്ന് നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഇതേപോലെ ഗർഭാശയത്തിൽ കിടക്കുന്ന ഒരു കുട്ടിയുടെ വേവലാതി പോലെ മാത്രമാണ് സാറിൻ്റെ ഈ ഒരു ചോദ്യത്തെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം എന്താ, നമുക്കൊക്കെ അറിയാം, ഗർഭാശയത്തിൽ നിന്ന് നമ്മളൊക്കെ ഈ ലോകത്തേക്ക് വന്നവരാണ്. ഇവിടെ എത്തിയപ്പോൾ നമുക്കൊക്കെ മനസ്സിലായി എന്തിനാണ് കണ്ണും എന്തിനാണ് കാതും എന്തിനാണ് കയ്യും കാലുമൊക്കെ, അതിൻ്റെ ഉപയോഗം എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതുപോലെ ഈ ഭൗതിക ജീവിതം എന്ന് പറയുന്നത് പ്രവർത്തിക്കാനുള്ള ലോകമാണ്. ഇവിടെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും മനുഷ്യനുണ്ട്. എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കരുത് എന്ന മാർഗനിർദ്ദേശവും നൽകി. എന്നിട്ട് അത് ലംഘിക്കുന്നവന് കടുത്ത ശിക്ഷ ലഭിക്കുന്ന മറ്റൊരു ലോകം വരാനുണ്ട്. അവിടെയാണ് റിസൾട്ട്. അതേപോലെ ഇവിടെ അതിക്രമിക്കപ്പെടുന്നവന് കൃത്യമായ നീതിയും ലഭിക്കേണ്ടതുണ്ട്. അത് മറ്റൊരു ലോകത്താണ്. റിസൾട്ട് മറ്റൊരു ലോകത്താണ്. അതല്ലാതെ ആ റിസൾട്ട് ഇവിടെ തന്നെ അപ്പോൾ തന്നെ ലഭിക്കണമെന്ന് വാശി പിടിക്കുന്നത് മണ്ടത്തരമാണ്. ഏതുപോലെ പരീക്ഷാ ഹാളിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി വാശി പിടിക്കുകയാണ്, ഇപ്പോൾ തന്നെ ഈ നിമിഷത്തിൽ തന്നെ എൻ്റെ റിസൾട്ട് വേണമെന്ന് വാശി പിടിക്കുന്നത് പോലെ മാത്രമേ താങ്കളുടെ ചോദ്യത്തെ കാണാൻ കഴിയൂ എന്ന് വളരെ വിനയത്തോടുകൂടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്.